السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വമേറിയ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അൽ അസീസ്, പ്രതാപശാലി എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് പറയാനുള്ളത് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ്. ഈ നാമത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ വിശ്വാസത്തിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അൽ ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ അതിൻ്റെ ഭാഷാപരമായ അർത്ഥത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായി കാണാം. ഇമാം അൽ ജൗഹരി റഹിമഹുല്ലാ അദ്ദേഹം ഈ നാമത്തിന് നൽകിയ അർത്ഥ തലങ്ങളിൽ അദ്ദേഹം പറഞ്ഞത്, ദരിദ്രനായ ഒരാളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഐശ്വര്യവാനാക്കുക എന്നതിന് അൽ ജബർ എന്ന അറബി പദം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ എല്ലിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന അർത്ഥത്തിൽ അൽ ജബർ എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. ജബർത്തുൽ അദമ ജബ്രൻ എന്ന് പറയും. പൊട്ടിയ എല്ലുകളെ കൂട്ടി ഇണക്കുക എന്ന അർത്ഥത്തിൽ. അതുപോലെ തന്നെ എല്ല് സ്വയം കൂടിച്ചേരുന്നതിനും ജബറൽ അദമു ബിനഫ്സിഹി ജുബൂറൻ എന്ന് ഇൻജബറ എന്ന അർത്ഥത്തിലൊക്കെ ഈ പദം അറബി ഭാഷയിൽ ഉപയോഗിച്ചു വരാറുണ്ട് എന്ന് മഹാനായ ഇമാം ജൗഹരി റഹിമഹുല്ലാ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ നാമമായ ഈ അൽ ജബർ എന്ന നാമത്തെ വിശദീകരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാമം പറഞ്ഞിട്ടുള്ളത് ഒരു പ്രാവശ്യം മാത്രമാണ്. സൂറത്ത് അൽ ഹശ്റിലെ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു വരുന്നത് ഈ ഒരു ആയത്തിലെ നാമങ്ങളെയാണ്. അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ. ഇത് സൂറത്ത് ഹശ്റിലെ 23-ാമത്തെ വചനമാണ്. ഇതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ, പ്രവാചകന്റെ ഹദീസുകളിൽ പല രീതിയിലായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നാമം സൂചിപ്പിക്കുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. അതിലൊന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ മിൻബർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ മിമ്പറിൽ കണ്ടു.
വഹുവ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയാണ്, യഖുദുൽ ജബ്ബാറു സമാവാതിഹി വഅർദഹു ബിയദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും അവന്റെ കയ്യിൽ, ജബ്ബാറായ അള്ളാഹു അവന്റെ കയ്യിൽ എടുത്തു എന്ന്. അവിടെ അള്ളാഹുവിനെ യഖുദുൽ ജബ്ബാർ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് സുമ്മ യഖൂലു അനൽ ജബ്ബാറു ഐനൽ ജബ്ബാറൂന ഐനൽ മുതകബ്ബിറൂൻ. അള്ളാഹു തആല ചോദിക്കും, ഞാനാണ് ജബ്ബാർ, എവിടെയാണ് ഭൂമിയിലെ അഹങ്കാരികളും ഏകാധിപതികളുമെന്ന്, ഗർവ നടിച്ചവർ എവിടെയെന്ന് അള്ളാഹു തആല ചോദിക്കുമെന്ന് ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ ഈ നാമമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ നടത്തിയ വേളയിൽ നമുക്കറിയാം 5 നേരത്തെ നമസ്കാരം അത് ആദ്യം 50 വക്തുകളായിരുന്നു. അത് 5 നേരമായി ചുരുക്കിയതുമായി ബന്ധപ്പെട്ട ഹദീസ് പരിചയപ്പെടുത്തുന്നിടത്ത് ഫഅലാ ബിഹി ഇലൽ ജബ്ബാരി ഫഖാല വഹുവ മകാനഹു. മൂസാ നബി അലൈഹിസ്സലാമയുടെ അരികിലേക്ക് വന്നു. മൂസാ നബി അലൈഹിസ്സലാം, നിന്റെ ഉമ്മത്തിന് അത് താങ്ങുകയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ജിബ്രീലിന്റെ കൂടെ കയറിപ്പോയതിനെ പറയുന്ന ഹദീസിൽ ഫഅലാ ബിഹി ഇലൽ ജബ്ബാർ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇലൽ ജബ്ബാർ, ജബ്ബാറായ അള്ളാഹുവിലേക്ക് ഉയർന്നു. വഹുവ മകാനഹു, ആ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് ഇറങ്ങാതെ തന്നെ പ്രവാചകൻ അള്ളാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി ഖഫിഫ് അന്ന, അള്ളാഹുവേ ഇത് നീ ഞങ്ങൾക്ക് ലഘൂകരിച്ച് തരണമേ, ഫഇന്ന ഉമ്മത്തി ലാ യസ്തതിഉ അഹദ, കാരണം എൻ്റെ ഉമ്മത്തിന് ഇത് സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറയുന്നുണ്ട്. അവിടെയും ആ ഹദീസിൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അതുപോലെ തന്നെ അന്ത്യനാളിൽ വിചാരണ വേളയിൽ അള്ളാഹു തആല വിശ്വാസികളുടെ അരികിലേക്ക് വരുന്നതിനെ സൂചിപ്പിക്കുന്ന ഹദീസിലും ഇതുപോലെയുള്ള പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഫയഅതീഹുമുൽ ജബ്ബാറു ഫീ സൂറത്തിൻ ഗൈരി സൂറത്തിഹി അല്ലതി റഅൗഹു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു രൂപത്തിൽ വിശ്വാസികളുടെ അരികിലേക്ക് അള്ളാഹു തആല വരും. ഫിഹാ അവ്വല മർറ ഫയഖൂലു അന റബ്ബുക്കും, എന്നിട്ട് അള്ളാഹു തആല പറയും, ഞാനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. അവിടെയും പ്രവാചകൻ ഉപയോഗിച്ചത് ഫയഅതീഹുമുൽ ജബ്ബാറു, ജബ്ബാറായ അള്ളാഹു തആല അവരിലേക്ക് വരുമെന്നതാണ്. ഇതുപോലെ തന്നെ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന ഹദീസിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ഇങ്ങനെ കാണാം, ഫയശ്ഫഉൻ നബിയ്യൂന വൽ മലായികതു വൽ മുഅ്മിനൂൻ, നബിമാരും വിശ്വാസികളും മലക്കുകളുമെല്ലാം ഷഫാഅത്ത് നിർവഹിക്കും. ഫയഖൂലുൽ ജബ്ബാറു ബഖിയത് ഷഫാഅതി, അപ്പോൾ ജബ്ബാറായ അല്ലാഹു തആല പറയും, ബഖിയത് ഷഫാഅതി, എൻ്റെ ഷഫാഅത്താണ് ഇനി അവശേഷിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുമെന്ന് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരു തവണയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അനവധി തവണകളായും അള്ളാഹുവിൻ്റെ പേരായി വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അൽ ജബ്ബാർ എന്നത് ഈ ഹദീസുകളിൽ നിന്നും ഖുർആനിൻ്റെ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്താണ് അള്ളാഹുവിലേക്ക് അൽ ജബ്ബാർ എന്ന നാമം ചേർക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചേർക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യം വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ചില ആശയ തലങ്ങളുണ്ട്. അതിലൊന്ന് ഇമാം ഷൗക്കാനി റഹ്മഹുല്ലാ, അദ്ദേഹം ഈ അള്ളാഹുവിൻ്റെ ജബ്ബാർ എന്ന നാമത്തെ പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞത്, അൽ ജബ്ബാറു ജബ്റൂത്തുല്ലാഹ് അദ്മതിഹി വൽ അറബു തുസമ്മ അൽ മലിക്കുൽ ജബ്ബാർ. അഥവാ അള്ളാഹുവിനെ ജബ്ബാർ എന്ന് പറയുമ്പോൾ അത് അവൻ്റെ പരമാധികാരത്തെയും സമാനതകളില്ലാത്ത മഹത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു തആല അൽ ജബ്ബാർ ആണെന്ന് പറയുമ്പോൾ അവൻ പരമാധികാരിയാണ്, അതുപോലെ തന്നെ അവൻ മഹത്വമുള്ളവനാണ്. ഇതാണ് അൽ ജബ്ബാർ എന്നതിന് ഒരു അർത്ഥമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇമാം സഈദി റഹിമഹുല്ലാ അതിനെ ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അൽ ജബ്ബാറു ഹുവ ബിമഅന അൽ അഅല അൽ അലിയു അൽ അഅല വബിമഅന അൽ ഖഹാർ വബിമഅന അർ റഊഫുൽ ജാബിർ ലിൽ ഖുലൂബിൽ മുൻകസിറ വലിൽ ضعيف العاجز ولمن
ലാജബ ബിഹി വലജഅ ഇലൈഹി. ഇതാണ് പൊതുവെ അൽ ജബ്ബാർ എന്ന നാമത്തിന് പറഞ്ഞു വരുന്ന ഏറ്റവും വിശാലമായ അർത്ഥം. ജബ്ബാർ എന്ന നാമത്തെക്കുറിച്ച് ഇമാം സഈദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത്, ജബ്ബാർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥമായി അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഉന്നതനായവൻ എന്ന അർത്ഥമാണ്. അൽ അലിയു അൽ അല, അള്ളാഹുവിൻ്റെ മറ്റു നാമമാണ് അൽ അലിയു അൽ അല. അപ്പോൾ അൽ ജബ്ബാർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉന്നതനായവൻ എന്ന അർത്ഥം ആ നാമത്തിനുണ്ട്. അതുപോലെ തന്നെ ബിമഅന അൽ ഖഹാർ, സർവരെയും കീഴടക്കിയവൻ എന്ന അർത്ഥത്തിലും അൽ ജബ്ബാർ എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചേർത്തു പറയുന്നതാണ്. ഇപ്പോൾ രണ്ട് അർത്ഥങ്ങളായി. മൂന്നാമത്തെ ഒരു അർത്ഥമാണ് ബിമഅന റഊഫുൽ ജബ്ബാർ, അഥവാ തകർന്ന മനസ്സുകളെയും ബലഹീനരായ ആളുകളെ, അതുപോലെ അശരണരായിട്ടുള്ള ആളുകളെയൊക്കെ അങ്ങനെ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്ന ആളുകളെ ചേർത്തു പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ജബ്ബാർ. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നമസ്കാരത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വറഹംനി വജ്ബുർനി എന്ന് പറയുന്ന ആ നാമവുമായി ബന്ധപ്പെട്ട് ആ പ്രാർത്ഥനയുള്ളത്. എൻ്റെ ന്യൂനതകളെ, എൻ്റെ പോരായ്മകളെ, എൻ്റെ ബലഹീനതയെ, എൻ്റെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ച് നൽകണമേ എന്നതാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് രീതിയിലാണ് ഇമാം സഈദി റഹിമഹുല്ലാ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ ഒന്നും കൂടെ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. ജബ്ബാർ എന്നതിന് ഈ മൂന്ന് പദങ്ങളെ, ഈ മൂന്ന് അർത്ഥങ്ങൾ ഒന്നും കൂടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതുകൂടെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ജബ്ബാർ എന്ന നാമത്തിൻ്റെ ആശയവും അതിൻ്റെ വിശാലതയും അതിൻ്റെ പരപ്പും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ജബ്ബാർ എന്ന നാമത്തെ മൂന്ന് അർത്ഥങ്ങളായി വിശദീകരിക്കുന്നു. അതിൽ ഒന്നാമത്തത് അൽ ഖുവ്വ. നേരത്തെ മഹാനായ ഇമാം സഈദി റഹിമഹുല്ലാ പറഞ്ഞ അൽ ഖഹാർ, അഥവാ എല്ലാത്തിനെയും അടക്കി ഭരിക്കുക. നമ്മൾ അൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ നാമം വിശദീകരിച്ചിടത്തും ഇതേ ആശയം അൽ അസീസിനും കൂടെയുണ്ട്. ഖുവ്വത്ത് എന്നുള്ള അർത്ഥം, അഥവാ ശക്തി എന്ന അർത്ഥത്തിൽ ജബ്ബാർ എന്നതുണ്ട്. അഥവാ ലോകത്തുള്ള ഭൂമിയിലെ എല്ലാ സ്വേച്ഛാധിപതികളെയും കീഴടക്കുകയും തൻ്റെ പരമാധികാരവും മഹത്വവും കൊണ്ട് അവരുടെ മേൽ വിജയം വരിക്കുകയും ചെയ്യുന്ന സർവാധികാരിയാണ് അല്ലാഹു തആല. അല്ലാഹു തആല ജബ്ബാറാണെന്ന് പറയുമ്പോൾ ലോകത്തുള്ള ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും പൂർണ്ണമായും കീഴടക്കി അവരുടെ മേൽ വിജയം വരിക്കുന്ന സർവാധികാരി. ഭൂമിയിലെ എത്ര വലിയ സ്വേച്ഛാധിപതിയാണെങ്കിലും അഹങ്കാരിയാണെങ്കിലും അള്ളാഹുവിൻ്റെ പരമാധികാരത്തിന് കീഴിലാണ്, അതിന് താഴെയാണ് അവരെയൊക്കെ സ്ഥാനമുള്ളത്. അവരൊക്കെ അള്ളാഹുവിൻ്റെ കൈപിടുത്തത്തിലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുമാണ് എന്നതാണ് ജബ്ബാർ എന്ന നാമത്തിന് ഒരർത്ഥമായി നമുക്ക് കാണാൻ കഴിയുക. രണ്ടാമത്തത് റഹ്മത്ത് എന്നർത്ഥമാണ്, കാരുണ്യത്തിൻ്റെ അർത്ഥമാണ്. അത് തന്നെയാണ് നേരത്തെ ഇമാം സഈദിയുടെ തഫ്സീറിലും അതിൻ്റെ അവസാനത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. അഥവാ ദുർബലരായ ആളുകൾ, ദൗർബല്യമുള്ള ആളുകൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഐശ്വര്യം നൽകുക, അവർക്ക് ശക്തി നൽകുക, അവരെ താങ്ങി നിർത്തുക എന്നത് അള്ളാഹുവിൻ്റെ ഈ നാമത്തിൻ്റെ ഭാഗമാണ്. പ്രയാസം അനുഭവിക്കുന്നവന് സുഖം നൽകുകയും രോഗം അനുഭവിക്കുന്നവന് ശാന്തിയും സമാധാനവും നൽകുകയും മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുകയും അവരെ ചേർത്തു പിടിക്കുകയും ചെയ്യുക എന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഈ ജബ്ബാർ എന്ന നാമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് അവർക്ക് അള്ളാഹു തആല മഹത്തായ പ്രതിഫലവും നൽകും എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ സൂചിപ്പിക്കുന്നുണ്ട്. അൽ ജബ്ബാർ എന്ന നാമത്തിന് മൂന്നാമതായി അദ്ദേഹം നൽകിയ അർത്ഥം അൽ ഉലൂവ്, ഉന്നതനാണ് അവൻ എന്നതാണ്. അവൻ്റെ മുഴുവൻ സൃഷ്ടികളിൽ നിന്നും അവൻ ഉന്നതനാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅത്ത്, അള്ളാഹു എല്ലാ സൃഷ്ടികളിൽ നിന്നും ഉന്നതനായവനാണ്, ഒരിക്കലും സൃഷ്ടികളിൽ ലയിച്ചവനല്ല. സൂഫികളും അതുപോലെ തന്നെ വഹ്ദത്തുൽ വുജൂദിൻ്റെ ആളുകളുമൊക്കെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക, അള്ളാഹു എല്ലായിടത്തുമുണ്ട്. ഉപ്പ്, ഒരു വെള്ളത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് എവിടെ എന്ന് ചോദിക്കുന്നത് പോലെയാണ് അള്ളാഹ് എവിടെ എന്ന ചോദ്യം. തൂണിലും തുരുമ്പിലും എല്ലാം അള്ളാഹു നിലകൊള്ളുന്നു എന്നുള്ളതാണ് പിഴച്ച കക്ഷികളുടെ വിശ്വാസം. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്നത് അള്ളാഹു തആല അതിൽ നിന്നെല്ലാം ഉപരിയിലാണ്. അള്ളാഹു അവൻ്റെ ഔന്നിത്യം കൊണ്ടും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കൊണ്ടും
സൃഷ്ടികളിൽ നിന്ന് ഉപരിയിലാണ് അവൻ. അവന്റെ ഉലൂവിനെ കൂടെ സൂചിപ്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഈ ജബ്ബാർ എന്ന നാമം. എന്നാൽ അള്ളാഹു ഉപരിയിലാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അറിവും അതുപോലെ തന്നെ അവന്റെ നിയന്ത്രണവുമെല്ലാം സൃഷ്ടികളുടെ കൂടെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ കാണുന്നു, അവരുടെ മനസ്സുകളുടെ മന്ത്രങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ അൽ ജബ്ബാർ എന്ന നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 3 രീതിയിൽ 3 അർത്ഥതലങ്ങളാണ് അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഒന്നാമത്തത് അള്ളാഹുവിന്റെ ഖഹ്റത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, എല്ലാത്തിനെയും അടക്കി ഭരിക്കുക, എല്ലാത്തിലുമുള്ള അവന്റെ കഴിവിനെയാണ് ഒന്നാമത്തത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് മനുഷ്യർക്ക് നൽകുന്നവന്റെ കാരുണ്യം, ദുർബലരെ ചേർത്തു പിടിക്കുകയും പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസത്തെ ദൂരീകരിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ജുബുർനി എന്ന അള്ളാഹുവെ, എൻ്റെ ന്യൂനതകൾ, എൻ്റെ പ്രയാസങ്ങളെ, എൻ്റെ പോരായ്മകളെ നീ നികത്തി തരണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരർത്ഥത്തിലാണ്. മൂന്നാമത് അള്ളാഹുവിന്റെ ഔന്നിത്യത്തെ സൂചിപ്പിക്കുന്നതാണ് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ നാമം. ഇവിടെ ഈ അള്ളാഹുവിന്റെ അൽ ജബ്ബാർ എന്ന നാമം ഈ 3 അർത്ഥതലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഈ നാമത്തിൽ നമ്മുടെ ഈമാനികമായി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലും അവന്റെ സ്വഭാവത്തിലും വരുത്തേണ്ട മാറ്റങ്ങളാണ്. ഇതാണ് അള്ളാഹുവിന്റെ ഏത് നാമം പരിശോധിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മൾ പ്രധാനമായി പഠിക്കേണ്ട ഭാഗം ഇതാണ്. അള്ളാഹുവിന്റെ നാമത്തിന്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കുകയും ആ ആശയവും അർത്ഥവും പഠിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസത്തിലും എൻ്റെ സ്വഭാവത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എവിടെയാണ് എൻ്റെ പ്രശ്നമുള്ളത്, ഈ റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ അള്ളാഹുവിനെ പഠിച്ചു കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളുണ്ട്. അതിൽ അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ നാമം പഠിക്കുമ്പോൾ ഒന്നാമതായി നമ്മളിൽ സ്വാധീനം ചെലുത്തേണ്ടത് നമ്മുടെ വിശ്വാസത്തിലാണ്. നമ്മൾ അൽ അസീസ് എന്ന നാമവും ഇതുപോലെ തന്നെ വിശദീകരിച്ചിരുന്നു. അൽ അസീസ് എന്ന നാമം മനസ്സിലാക്കുമ്പോൾ അതിൽ തൗഹീദിന്റെ പ്രാധാന്യം നമ്മൾ ഊന്നി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അല്ലാഹു തആല ജബ്ബാറാണ് എന്ന് മനസ്സിലാക്കി കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസങ്ങൾ അവൻ അള്ളാഹുവിൽ മാത്രമാണ് അർപ്പിക്കുക. കാരണം സർവാധികാരിയും സർവരെയും കീഴടക്കുന്നവനും അതുപോലെ തന്നെ പ്രതാപശാലിയും പരമാധികാരിയുമായ അല്ലെങ്കിൽ പരമോന്നതനുമായ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് അഭയം പ്രാപിക്കാൻ അവന് കഴിയുക? ജബ്ബാറായ റബ്ബാണ് എൻ്റെ രക്ഷിതാവ് എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ സർവാധികാരി അവനാണ്. ഈ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും പൂർണ്ണമായും കീഴടക്കിയവനാണവൻ. പൂർണ്ണമായ പ്രതാപത്തിന്റെ ഉടമയാണവൻ. പരമോന്നതനാണവൻ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ അവരെ ചേർത്തുപിടിക്കുന്ന, അവർക്ക് ഐശ്വര്യം നൽകുന്ന, ശക്തി നൽകുന്നവനാണവൻ എന്ന് ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അള്ളാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികളിലേക്ക്, അള്ളാഹു അല്ലാത്ത ഒന്നിനും കഴിയാത്ത അശക്തരായ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് അവൻ അഭയം പ്രാപിക്കുകയില്ല. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ ഈ നാമം പഠിക്കുന്നതിലൂടെ നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, അള്ളാഹുവിന്റെ നാമം പഠിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിനെ പൂർണ്ണമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയുക. അള്ളാഹുവിനെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളിൽ പോലും ആളുകൾ ശിർക്കിലേക്ക് ആപതിക്കുന്നതും വിശ്വാസ കാര്യങ്ങളിൽ ചൂഷണങ്ങൾക്ക് ആളുകൾ വിധേയരായി കൊണ്ടിരിക്കുന്നതും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുമായി ബന്ധപ്പെടുത്തി ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ അറിയാത്ത, മനസ്സിലാക്കാത്ത ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദരന്മാരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു. പൗരോഹിത്യം അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ്. ആ ചൂഷണത്തിൽ നിന്ന് അവർ മുക്തമാകണമെങ്കിൽ നിർബന്ധമായും അവർ അറിയേണ്ടത് അവരുടെ റബ്ബിനെയാണ്. അവരെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബ്ബിന്റെ ശക്തിയും മഹത്വവും അവന്റെ കഴിവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചൂഷകർക്ക് അവർ നിന്നുകൊടുക്കുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഈ നാമം പഠിക്കുന്നതിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തൗഹീദ് തന്നെയാണ് ഒന്നാമതായി. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ ഈ നാമം പഠിക്കുന്നതിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്താണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്തോ, അവൻ ഇച്ഛിക്കുന്നതെന്തോ അതുമാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാകുന്നത്. കാരണം അവനാണ് ജബ്ബാർ. അള്ളാഹു ജബ്ബാറാണ്. അള്ളാഹു തആല പരമാധികാരിയാണ്.
അള്ളാഹുവിൻ്റെ ഈ 3 അർത്ഥതലങ്ങളിലൂടെയും അൽ ജബ്ബാർ എന്ന നാമം നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്കറിയേണ്ട, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഉദ്ദേശം മാത്രമാണ് ലോകത്ത് നടപ്പിലാകുന്നത്. അള്ളാഹുവിൻ്റെ ഇച്ഛകൾ മാത്രമേ ഈ ലോകത്ത് നടപ്പിലാകുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ ഇച്ഛയും തീരുമാനങ്ങളും അത് ഈ ലോകത്ത് നിർബന്ധപൂർവ്വം നടപ്പിലാകുന്നുണ്ട്. അതിൽ നിന്ന് ഒരാൾക്കും മാറി നിൽക്കുക സാധ്യമല്ല. അവന്റെ വിധിവിലക്കുകളാണ് പ്രപഞ്ചത്തിൽ പൂർണ്ണമായ അധികാരത്തോടെ വെളിപ്പെടുന്നത്. അവന്റെ നിയന്ത്രണങ്ങളിൽ അല്ലെങ്കിൽ അവന്റെ ഖദറിന്റെ ഭാഗമായി അതിൽ നിന്ന് പുറത്തു പോകാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. അള്ളാഹുവിന്റെ വിധി വന്നാൽ, അള്ളാഹുവിന്റെ നിർണയം വന്നു കഴിഞ്ഞാൽ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനോ അതിൽ നിന്ന് പുറത്തു പോകുവാനോ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു തആല അജയ്യനാണ്. അള്ളാഹുവിന്റെ ഏത് കാര്യങ്ങളും അത് അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണങ്ങളാണ്. അജയ്യമായ പ്രതാപവും അതിശക്തമായ കീഴടക്കലുമെല്ലാം അള്ളാഹുവിന്റെ മാത്രം സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ല, ഇദാ അറാദ ശൈഅൻ അയഖൂല ലഹു കുൻ ഫയകുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല അതിനോട് ഉണ്ടാകൂ എന്ന് പറയേണ്ടതേ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുകയായി. സൂറത്ത് യാസീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ചില കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഇതിന് ചില ഉദാഹരണങ്ങൾ കൂടി പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഒന്നാമതായി നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ് മൂസാ നബിയുടെയും ഫിർഔനിൻ്റെയും ചരിത്രം. ഫിർഔന് തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ബനു ഇസ്രായേലിൽപ്പെട്ട ആൺകുട്ടികളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ഫിർഔൻ ആ നാട്ടിലെ മുതകബ്ബിറായി, ജബ്ബാറായി, അഥവാ മനുഷ്യരിലേക്ക് ചേർത്തു പറയുന്ന അർത്ഥത്തിൽ അഹങ്കാരിയായി ജീവിച്ചിരുന്ന അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഉന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ്, എന്നെ കൂടാതെ ഒരു രക്ഷിതാവില്ലെന്ന് പറഞ്ഞു വലിയ അഹങ്കാരത്തിന്റെ കൊടിമുടിയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സന്തതികളിൽ എനിക്കെതിരെ ഒരാൾ വരാനിരിക്കുന്നു എന്ന പ്രവചനം കേട്ടപ്പോൾ അവൻ ആദ്യം തീരുമാനിച്ചത് എന്നാൽ ബനു ഇസ്രായേൽ പെടുന്ന ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയാം എന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം ബനു ഇസ്രായേൽപ്പെട്ട സന്തതിയായ മൂസ അലൈഹിസ്സലാമയെ ഫിർഔനിന്റെ സ്വന്തം കൊട്ടാരത്തിൽ അവന്റെ കൺമുന്നിൽ അവന്റെ സംരക്ഷണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തി എന്നതാണ്. അവിടെയാണ് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ ഗൗരവവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഫിർഔനിന്റെ കൺമുന്നിൽ അവന്റെ സംരക്ഷണത്തിൽ ആ കുട്ടി വളർന്നു വലുതായി. ഒടുവിൽ ഫിർഔനിന് ശത്രുവായി, ഫിർഔനിന് ദുഃഖമായി മാറി, ഫിർഔനിന്റെ നാശത്തിന് കാരണമായി മൂസാ നബി അലൈഹിസ്സലാം മാറുന്നതാണ് ചരിത്രം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനി എന്തു പേടിച്ചുവോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൊട്ടാരത്തിലൂടെ തന്നെ നടപ്പിൽ വരുത്തി എന്നുള്ളതാണ് ആ ചരിത്രം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സഹോദരങ്ങൾ അവർ വിചാരിച്ചത് യൂസുഫ് നബി അലൈഹിസ്സലാമയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് യൂസുഫ് നബിയെ ഇല്ലായ്മ ചെയ്യാമെന്നതാണ്. എന്നാൽ ജബ്ബാറായ അള്ളാഹുവിന്റെ തീരുമാനം അതായിരുന്നില്ല. ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആല മിസ്റിലെ അസീസായി, മിസ്റിലെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹിസ്സലാമയെ മാറ്റുകയാണ് ഉണ്ടായത്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖാല ഖായിലുൻ മിൻഹും ലാ തഖ്തുലു യൂസുഫ വഅൽഖൂഹു ഫിൽ ഗയാബത്തിൽ ജുബ്. അവരിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഈ ബ്രദേഴ്സ് അവർ പറഞ്ഞു, യൂസുഫിനെ നമുക്ക് കൊല്ലണ്ട, പക്ഷെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അവരെ ഇട്ട് കളയാം എന്നവർ പറഞ്ഞു എന്ന് സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. അപ്പൊ അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സഹോദരങ്ങൾ വിചാരിച്ചതല്ല, ജബ്ബാറായ അള്ളാഹുവിന്റെ തീരുമാനമാണ് അവിടെ നടപ്പിലായത്. ഇതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് പുറത്താക്കി പ്രവാചകനെ ഈ ദുനിയാവിൽ നിന്ന് ഉന്മൂലനം ചെയ്യാമെന്നായിരുന്നു അവരുടെ വിചാരം. അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. എന്നാൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഏറെ ഇഷ്ടമുണ്ടായ മക്കയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നെങ്കിലും അതിനു പകരമായി ഏറ്റവും നല്ലൊരു ഭൂമി മദീന പകരമായി അള്ളാഹു തആല നൽകി. മാത്രവുമല്ല ആ മക്കയെ അള്ളാഹുവിന്റെ പ്രവാചകന് വിജയിച്ചടക്കുവാനുള്ള അവസരവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്തിലൂടെ ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഈ ആയത്തുകളിലൊക്കെ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം എന്താന്ന് വെച്ചാൽ
അള്ളാഹു തആല ജബ്ബാറാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഈ ലോകത്ത്, ഭൂലോകത്ത് നടപ്പിലാകുന്നത്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നിന്നോ അള്ളാഹുവിന്റെ ഇച്ഛകളിൽ നിന്നോ എന്തെങ്കിലും ഒന്ന് മാറ്റപ്പെടുത്തുവാനോ അതിൽ നിന്ന് വിട്ടുകടക്കുവാനോ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഈ കാര്യം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇത് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് തന്നെയാണ്. സ്വല്ലല്ലാഹു പറഞ്ഞില്ലേ, അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. ഇന്ന അംറുഹു കുല്ലഹു ഖൈറുൻ, അവന്റെ മുഴുവൻ കാര്യവും അവന് നന്മയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്കല്ലാതെ അത് ലഭിക്കുകയില്ല. ഇന്ന അസ്വാബത്തുഹു സറാ ശകറ, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഔന്നിത്യമുണ്ടായാൽ, എന്തെങ്കിലും സന്തോഷകരമായ കാര്യമുണ്ടായാൽ അവൻ ശുക്ർ കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അത് അവന് നന്മയാണ്. വഇൻ അസ്വാബത്തുഹു ദർറാ, ഇനി അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളാണ് ഉണ്ടായതെങ്കിൽ, ദർറുകളാണ് ഉണ്ടായതെങ്കിൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ്. എന്തുകൊണ്ടാണ് വിശ്വാസിക്ക് അത് സാധിക്കുന്നത്? കാരണം അവൻ ജബ്ബാറായ അള്ളാഹുവിനെ മനസ്സിലാക്കി എന്നതാണ്. ഇവിടെ അള്ളാഹുവിന്റെ ഈ നാമം പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്. എൻ്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ അതുപോലെ സന്തോഷം നൽകുന്നതോ ആയ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം എൻ്റെ റബ്ബിന്റെ ജബ്ബാറായ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സങ്കടപ്പെടേണ്ടതില്ല, ഞാൻ ദുഃഖിക്കേണ്ടതില്ല, അമിതമായി ആഹ്ലാദിക്കേണ്ടതുമില്ല. സന്തോഷം വരുമ്പോൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കുകയും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ സ്വബർ കാണിച്ച് അള്ളാഹുവിനോട് തേടുകയും ചെയ്യുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഈ ജബ്ബാർ എന്ന നാമം പഠിക്കുന്നിടത്ത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു ജബ്റൂത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ ഒരു എന്താ പറയാ പരമാധികാരം അത് ഇഹലോകത്ത് മാത്രം നിലനിൽക്കുന്നതല്ല, ആഖിറത്തിലും അത് ഉണ്ടാകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, തകൂനുൽ അർദു യൗമൽ ഖിയാമത്തി ഖുബ്സതൻ വാഹിദ, അന്ത്യനാളിൽ ഈ ഭൂമി ഒരു റൊട്ടിയെ പോലെയായിരിക്കും. തതകഫഉഹാ അൽ ജബ്ബാറു ബിയദിഹി, അല്ലാഹു തആല ഈ ഭൂമിയെ കയ്യിലിട്ട് ഇങ്ങനെ അമ്മാനാടും. കമാ യതകഫഉ അഹദുകും ഖുബ്സതഹു ഫിസ് സഫർ, യാത്രയിലെ നിങ്ങളുടെ കയ്യിലുള്ള റൊട്ടിയെ പോലെ, ആ റൊട്ടിയെ നിങ്ങൾ തിരിച്ചു മറിച്ചു വെക്കുന്നത് പോലെ ഈ ഭൂമിയെ ജബ്ബാറായ അല്ലാഹു തആല ഭൂമിയെ കയ്യിലെടുക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുസുലൻ ലി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാർക്കുള്ള ഒരു സൽക്കാരമാണത്. ആ ഹദീസിൽ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഈ വചനം ഓതി, വമാ ഖദ്റുല്ലാഹ ഹഖ്ഖ ഖദ്രി, ആളുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം പഠിക്കേണ്ട പ്രകാരം പഠിച്ചില്ല. വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ ഒരു പിടുത്തത്തിൽ അമരും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി, അള്ളാഹുവിന്റെ വലം കൈയിൽ ആകാശത്തെ ചുരുട്ടിപ്പിടിക്കും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാകുന്നു. എന്നിട്ട് ഈ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹകദാ ബിയദിഹി, പ്രവാചകൻ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ ആംഗ്യം ഇങ്ങനെ കാണിച്ചു. യതഹറഖുഹാ വയുഖ്ബിലുഹാ വയുഖ്ബിലു ബിഹാ വയുദ്ബിറു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചലിപ്പിക്കുകയും പിന്നോട്ടും മുന്നോട്ടും ഇങ്ങനെ ആക്കുകയും ചെയ്തു. യുമജ്ജിദു റബ്ബു നഫ്സഹു, അല്ലാഹു തആല അന്ന് സ്വന്തം പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, അനൽ ജബ്ബാർ, ഞാനാകുന്നു ജബ്ബാർ. അനൽ മുതകബ്ബിർ, ഞാനാകുന്നു മുതകബ്ബിർ. അനൽ മലികു, ഞാനാകുന്നു രാജാവ്. അനൽ അസീസു അനൽ കരീമു എന്ന് അല്ലാഹു തആല പറയും. ഇത് നബി പറയുമ്പോൾ സഹാബികൾ പറയാണ്, ഫറജഫ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിൻബർ, ഇത് പറയുമ്പോൾ പ്രവാചകന്റെ മിമ്പർ ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പേടിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ നിന്ന് താഴേക്ക് വീണു പോകുമോ എന്ന് വരെ ഞങ്ങൾ പേടിക്കുമാറ് ആ മിമ്പർ കുലുങ്ങുന്നുണ്ടായിരുന്നു എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ ജബറൂത്ത്, അള്ളാഹുവിന്റെ ആ ഒരു പരമാധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വചനങ്ങളൊക്കെ. ഇതാണ് രണ്ടാമത്തെ സ്വാധീനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്, ഈ നാമം പഠിക്കുന്നതിൽ മൂന്നാമത് നമ്മളിൽ ഉണ്ടാകേണ്ട സ്വാധീനം,
അള്ളാഹു സുബ്ഹാനഹു വ തആല ജബ്ബാറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിന്റെ മറ്റൊരു ആശയമാണല്ലോ പ്രയാസം അനുഭവിക്കുന്ന തകർന്നു കിടക്കുന്ന മനസ്സുകളെ കൂട്ടിച്ചേർത്ത് സുഖപ്പെടുത്തുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന വിശ്വാസം. അത് വളരെ വലിയ ആശ്വാസമാണ് നമുക്ക് ലഭിക്കുക. അഥവാ പരിശുദ്ധനായ എൻ്റെ രക്ഷിതാവ് അവൻ എനിക്ക് വലിയ അഭയ കേന്ദ്രമാണെന്ന വിശ്വാസമാണ് ഇതിലൂടെ നമുക്കുണ്ടാകേണ്ടത്. എന്തൊക്കെ ബലഹീനതയുണ്ടായാലും എന്തൊക്കെ ദാരിദ്ര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും എനിക്ക് താങ്ങായി ജബ്ബാറായ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാകും. അവനല്ലാതെ ഒരു സഹായിയോ ഒരു രക്ഷയോ എനിക്കില്ല എന്നും ആര് രോഗത്തിന് അടിമപ്പെട്ടാലും അവനെ സുഖപ്പെടുത്തുന്നവൻ ജബ്ബാറായ അള്ളാഹു തആലയാണ് എന്നുമുള്ള വിശ്വാസം മനുഷ്യന്റെ മനസ്സിന് നൽകുന്ന സമാധാനം ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ അൽ ജബ്ബാർ എന്ന അള്ളാഹുവിന്റെ ഈ നാമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. എന്തൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും, നമുക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും അതിനൊക്കെ പകരം നൽകാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ, ചേർത്തുപിടിക്കാൻ അള്ളാഹു തആല മതിയായവനാണ്, അവൻ ജബ്ബാറാണ് എന്ന വിശ്വാസമാണ് ഇവിടെ നമ്മളെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. നോക്ക് നിങ്ങൾ, ചില ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില വചനങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാം. ആരെങ്കിലും ഈ പ്രതിസന്ധികളിൽ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കഴിയുകയാണെങ്കിൽ അവന് ലഭിക്കുന്ന കൂലികളെ കുറിച്ച്, സവാബുകളെ കുറിച്ച് അള്ളാഹു തആല പറയുന്നുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ ഞാൻ പരീക്ഷിക്കും പേടി കൊണ്ട്, പട്ടിണി കൊണ്ട്, സമ്പത്തിലെ മാന്ദ്യങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ മരണങ്ങൾ കൊണ്ട്, കായികനികളെ കൊണ്ടൊക്കെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്തയുള്ളത്. നോക്ക് നിങ്ങൾ, എപ്പോഴാണ് മനുഷ്യന് ക്ഷമിക്കാൻ കഴിയുക? ഈ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ കൂടെ ജബ്ബാറായ, എന്നെ താങ്ങി നിർത്തുന്ന, എൻ്റെ ന്യൂനതകളെ, എൻ്റെ പ്രയാസങ്ങളെ, എൻ്റെ അവശതകളെ അറിഞ്ഞ് എനിക്ക് താങ്ങായി നിൽക്കുന്ന ജബ്ബാറായ എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് മനുഷ്യനെ ക്ഷമാലുവാക്കുന്നത്. അങ്ങനെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറയും. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അങ്ങനെ പറയുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും എന്ന് സൂറത്തു ബഖറയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിരുന്നു. മഹദി പറയുന്ന ഒരു സംഭവമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമയോട് ഒരിക്കൽ പറഞ്ഞു. ഉമ്മു സലമ ഇങ്ങനെ കേട്ടു നബി പറയുന്നതായിട്ട്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബ. ഒരു അടിമയുമില്ല അവന്റെ ജീവിതത്തിൽ അവനൊരു മുസീബത്ത് ബാധിച്ചാൽ അവൻ ഇങ്ങനെ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് അവൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എൻ്റെ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അതുപോലെ തന്നെ എനിക്ക് ഇതിനേക്കാളും നല്ലതിനെ പകരമായി നീ എനിക്ക് നൽകണമേ. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഇല്ല അജറഹുല്ലാഹു ഫീ മുസീബതിഹി വഖലഫ ലഹു ഖൈറൻ മിൻഹാ. അവന്റെ പ്രതിസന്ധികളിൽ അല്ലാഹു അവന് പ്രതിഫലം നൽകുകയും അതിനേക്കാൾ നല്ലതിനെ പകരമായി അല്ലാഹു തആല അവന് നൽകുകയും ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് ഓർക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഉമ്മു സലമയുടെ ആദ്യ ഭർത്താവ് അബൂ സലമയുടെ മരണത്തിന്റെ സമയത്താണ്. ഉമ്മു സലമയും അബൂ സലമയും ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മളൊക്കെ പഠിച്ച ചരിത്രമാണ്. ആ അബൂ സലമയുടെ മരണം ഉമ്മു സലമയെ വല്ലാതെ പ്രയാസത്തിലായിത്തീരുന്നു. അവിടെ ഈ ഹദീസ് മഹദി ഓർക്കുകയും ഈ ഹദീസ് പറഞ്ഞതുപോലെ മഹദി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഫലമ്മാ തുവഫ അബൂ സലമ ഖുൽതു കമാ അമറനി റസൂലുള്ളാഹ്. റസൂല് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാനത് പ്രാർത്ഥിച്ചു. അല്ലാഹു തആല എന്താണ് പകരം നൽകിയത്? ഫഅഖ്ലഫല്ലാഹു ലീ ഖൈറൻ മിൻഹു റസൂലുള്ളാഹ്. ഉമ്മു സലമയെക്കാളും ഇനി ആരാണ് എനിക്ക് ഖൈറായിട്ടുള്ളത്? അല്ലാഹു തആല നൽകിയത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇതാണ് ജബ്ബാറായ അള്ളാഹു എന്ന് പറയുമ്പോൾ
ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ എന്തൊന്ന് നമുക്ക് നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും അതിനേക്കാളും ഖൈറായതിനെ പകരമായി നൽകാൻ കഴിവുള്ളവനാണ് ജബ്ബാറായ എൻ്റെ റബ്ബ് എന്ന വിശ്വാസമാണ് ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ ഈ പദം, ഈ നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹു തആല തൗബ ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഈ നാമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളാണ്. അള്ളാഹു തആല തൗബ ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കും, അവൻ്റെ തിന്മകളെ നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്നാണ്. അവൻ ചെയ്ത തിന്മകളെ തൗബയിലൂടെ, പശ്ചാത്താപത്തിലൂടെ, ഖേദത്തിലൂടെ അതിനെ നന്മകളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? അള്ളാഹു തആല ജബ്ബാറാണ്. അള്ളാഹു തആല മനുഷ്യന്റെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, അവന്റെ ന്യൂനതകളെ പരിഹരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കാണാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് വേലക്കാര്, അതുപോലെ തന്നെ തൊഴിലാളികള്, അവരുടെ മനസ്സിന് ആശ്വാസം നൽകുന്നവരാണ് ജബ്ബാറായ അള്ളാഹു തആല. അഥവാ അവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, പ്രതിസന്ധികൾ ജീവിതത്തിൽ തരണം ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടി അവരെ സൂക്ഷിക്കണമെന്നും അവർക്ക് വേണ്ടി നിങ്ങൾ നന്മ ചെയ്യണമെന്നുമുള്ളത് ഇസ്ലാമിക നിയമമായി, അതൊരു നിർബന്ധ കർമ്മമായി അള്ളാഹു തആല ഫർദാക്കുന്നതിലൂടെ അവരെ ചേർത്തു പിടിക്കുകയാണ് അള്ളാഹു തആല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അരിഖ. ഈ അടിമകളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അരിഖാഅകും അരിഖാഅകും അരിഖാഅകും. നിങ്ങളുടെ അടിമകളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. 3 പ്രാവശ്യം നബി അത് ആവർത്തിച്ചു. എന്നിട്ട് നബി പറയാണ്, അത്ഇമൂഹും മിമ്മാ തഅകുലൂൻ. നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. വക്സൂഹും മിമ്മാ തൽബസൂൻ. നിങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് അവർക്ക് നിങ്ങൾ വസ്ത്രം നൽകണം. വഇൻ ജാഊ ബിദംബിൻ. അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത്, എന്തെങ്കിലും അബദ്ധം ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ, ലാ തുരീദൂന അൻ തഗ്ഫിറൂ, ആ തെറ്റ് പൊറുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല എങ്കിൽ, ഫബീഉ ഇബാദല്ലാഹ്, അള്ളാഹിന്റെ അടിമകളെ അവരെ നിങ്ങൾ വിൽക്കുക, വേറെ ആർക്കെങ്കിലും കൊടുക്കുക. ഫലാ തുഅദ്ദിബൂഹും, അതിന്റെ പേരിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കരുത്. ഇത് എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിയമമാക്കിയത്? അള്ളാഹു തആല ജബ്ബാറാണ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അൽ ജബ്ബാർ എന്ന നാമത്തിന്റെ ആശയ തലമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിലെ ഭാഷാർത്ഥത്തിലും അതുപോലെ തന്നെ പണ്ഡിതന്മാർ അതിന് നൽകിയ ആശയ തലങ്ങളും വിശദീകരിക്കുമ്പോൾ ഈ പറഞ്ഞ 3 തലങ്ങളും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെയുള്ള റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന ബോധത്തോടെ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച്, അള്ളാഹുവിൽ മാത്രം സഹായം തേടി, അള്ളാഹുവിന്റെ വിധി മാത്രമാണ് ഈ ലോകത്ത് നടപ്പിലാകുന്നത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ എനിക്ക് താങ്ങായി, തണലായി എൻ്റെ റബ്ബന്റെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ.